ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ പാലക്കാട് രൂപതയിലെ ഷോളിയൂർ സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്ന് വരുന്ന എൻ്റെ പേര് ജോയി പോളക്കാട്ടിൽ. ഞാൻ മാർച്ച് മാസം 2020 മാർച്ച് 9 ആണ് ഇവിടെ വരുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇവിടെ വരിക. മോള് B.Pharm പഠിക്കുന്നു. B.Pharm പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കയ്യിലൊരു മുഴ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു, റിസ്റ്റിൽ, വലത് കൈയുടെ റിസ്റ്റിൽ. അത് ആദ്യം ഒരു 4 ദിവസം 5 ദിവസമൊക്കെ വരും, പിന്നെ അങ്ങനെ പോകും. അത് ഭയങ്കര വേദനയാണ്. അത് വരുമ്പോൾ അവൾക്ക് എഴുതാനോ വായിക്കാനോ ഭക്ഷണം പോലും വാരി കഴിക്കാനോ പറ്റാത്ത വിധം പ്രയാസകരമായിരിക്കും. അത് പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ സ്ഥിരമായി അത് അങ്ങനെയായി. അവൾക്ക് പിന്നെ ദൈനംദിന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ ബുദ്ധിമുട്ടായി. പഠനം നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഞാൻ അങ്ങനെ കോളേജിൽ ചെന്നു, അവിടുത്തെ മാനേജ്മെൻറ്റിനൊക്കെ കണ്ടു. B.Pharm ആണ്, ഒത്തിരി പൈസ അടച്ചതാണ്, പഠിക്കാൻ ഒരുപാടുണ്ട്. അവൾ പറഞ്ഞു, എനിക്കിനി പഠിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, എൻ്റെ പഠിത്തം നിർത്തുന്നതായിരിക്കും നല്ലത്. ഞങ്ങളങ്ങനെ ചെന്ന് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചു. ഒരു 6 മാസം കഴിഞ്ഞ് കൊണ്ടുവന്ന് ചേർത്താലോ? അപ്പോൾ 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇയർ ബാക്ക് ആവും, പിന്നെ എല്ലാം കൊണ്ടും പ്രയാസമാണ്. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് യാദൃശ്ചികമായി കൃപാസനത്തിലേക്ക് വരാനായിട്ട് ഇടയായത്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ആരാധനയും ടോക്കുമാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്കത് അങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. രാവിലെ 5 മണിക്ക് തന്നെ ഇവിടെ വന്നു, അവിടെ ഇരുന്നു, കുറേ നേരം പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തിരക്കായി. അച്ഛൻ്റെ ആരാധനയും ടോക്കും പരിശുദ്ധ കുർബാനയും എല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ധൈര്യം കിട്ടി, എൻ്റെ മകൾക്ക് സുഖപ്പെടും. ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഉടമ്പടി എടുക്കേണ്ടവർക്ക് ഉടമ്പടി എടുക്കാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ ഉടമ്പടി എടുക്കാൻ പോയി. ഉടമ്പടി എടുത്ത് ഒരു ആത്മവിശ്വാസം വന്നു, മകൾക്ക് പഠിക്കാൻ പറ്റും. എന്തായാലും ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേനും കൊറോണയുടെ അവധിക്കാലം തുടങ്ങി. ഞങ്ങൾ മകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഉടമ്പടി തൈലം അവളുടെ കയ്യിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് കിട്ടിയ കാശ് രൂപം ഞാനത് അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ പതുക്കെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ കൈയൊക്കെ അനക്കാൻ തുടങ്ങി. കൊറോണ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അവൾ പരിപൂർണ്ണ സുഖം പ്രാപിച്ചു. പഠിക്കാൻ ആത്മവിശ്വാസമില്ലാതിരുന്ന അവൾ ഇപ്പോൾ എല്ലാ സെമ്മും നല്ല ഉന്നത വിജയം നേടി പാസ്സായി. ഇനി 2 സെമ്മും കൂടിയുണ്ട്. അവൾക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടി. അവൾക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ അവൾ കോളേജിൽ പോയി. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് 1-2 അവർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ തലചുറ്റി താഴെ വീണു, കാലെല്ലാം കുഴഞ്ഞു പോയി. അവിടുന്ന് സ്റ്റാഫും കുട്ടികളെല്ലാം കൂടെ ചേർന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, കാലിന് നേരെയാവുന്ന കാര്യം ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. മാതാപിതാക്കളെ അറിയിക്കാൻ പറ്റുമെങ്കിൽ വേഗം അറിയിക്കുക. ഏറ്റവും ഇവിടെ അടുത്തുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും നല്ല ഡോക്ടേഴ്സിനെ ഏതെങ്കിലും കാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങളെ വിളിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഉച്ച സമയമായി, പെട്ടെന്ന് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസകരമാണ്, വരാൻ പറ്റുവാണെങ്കിൽ ഉടനെ തന്നെ പുറപ്പെട്ട് വരണം. എന്തായാലും 3-4 മണിക്കൂർ എടുക്കും ഞങ്ങൾ അവിടുന്ന് വരാനായിട്ട്. സിസ്റ്റർ അത് നോക്കണം, ഞങ്ങൾ വേഗം വന്നേക്കാമെന്ന് പറഞ്ഞ് ഇപ്പോഴത്തേനും ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ചേർന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അച്ഛൻ പറയുന്നത് പോലെ, സഞ്ചാരി മാതാവ്, ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ എത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. നീ തന്നെ ഇപ്പോൾ അവിടെ പോയി മകളെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആശുപത്രിയിൽ കൊണ്ടുപോയ ടീച്ചേഴ്സ് ഉടനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പേടിക്കണ്ട, പതുക്കെ വന്നാൽ മതി.
ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ മകളെപ്പോലെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ നിന്ന് പോയി അവളെ കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ അവൾ നല്ല സുഖമായിട്ട് ക്ലാസ്സിൽ പോകുന്നുണ്ട്. കാലിൻ്റെ വേദനയെല്ലാം വളരെ കുറവുണ്ട്. 1-2 സ്കാനും ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സാക്ഷ്യം കഴിഞ്ഞിട്ട് പോയി ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മോൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. പഠിക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ കൊറോണ കാലഘട്ടമാണ്. അവന് പുറത്ത് പോയി പഠിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. പുറത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള തക്ക സാമ്പത്തിക സ്ഥിതിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഉടമ്പടിയിൽ ഇവിടെ വന്നപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു, മോൻ്റെ പഠനത്തെക്കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ IELTS ഇല്ലാതെ UK കിട്ടാൻ ബുദ്ധിമുട്ടാണ്. IELTS കൊണ്ടുപോയി ചേർത്ത് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ തുടങ്ങി. പിന്നെ IELTS പോകാൻ പറ്റാതെയായി. അവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ 1 മാസം ട്രെയിനിങ്ങിന് പോയി. അതുകൊണ്ടൊന്നും ആവില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ്റെ പോർട്ട്ഫോളിയോ ഇവന് അപേക്ഷ കൊടുത്തു. 2-3 കോളേജുകൾക്ക് കൊടുത്തു. ഒരു കോളേജിൽ നിന്ന് വിളി വന്നു. അപ്പോൾ IELTS ഇല്ല, ഇംഗ്ലീഷ് മീഡിയം അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സ്കൈപ്പിൽ കൂടെ ഞങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തും, അതിൽ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. ഏകദേശം 40 മിനിറ്റ് നേരം ആ ഇൻ്റർവ്യൂ ഉണ്ടാവുമെന്ന് പറഞ്ഞു. വീട്ടിൽ തന്നെ ഞങ്ങൾ സ്കൈപ്പ് അറേഞ്ച് ചെയ്തു. ഈ പറഞ്ഞതുപോലെ 3 അവിടുത്തെ ഇംഗ്ലീഷ് സായിപ്പുമാരായിട്ടുള്ള 3 ആൾക്കാരാണ് ഇൻ്റർവ്യൂ നടത്തിയത്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അരമണിക്കൂർ കഴിയുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു. ഏകദേശം 5 മണിയായപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു നിങ്ങൾ സെലക്ഷനായി, സെപ്റ്റംബർ മാസം ഏകദേശം 30-നുള്ളിൽ നിങ്ങൾ കയറി വരണം, ക്ലാസ് തുടങ്ങും, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊറോണ കാലഘട്ടമായതുകൊണ്ട് വിമാനങ്ങളൊന്നും ഫ്ലൈറ്റുകളൊന്നും അങ്ങോട്ട് പോകുന്ന ഒരു സമയമല്ല. അതുകൊണ്ട് വിസയൊക്കെ റെഡിയായാലും അവിടെ ഈ സെപ്റ്റംബർ മാസം അവസാനമാകുമ്പോഴത്തേനും ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമായിരുന്നു. ഇവിടെ വന്നു. അന്ന് ഇത് തുറക്കില്ല. പുറത്ത് നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് മോനെയും കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് തൃശ്ശൂർ എത്തുന്നതിന് മുൻപ് വിസയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് വിളിച്ചു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആയി. സെപ്റ്റംബർ 24-ാം തീയതി ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യത്തെ ഫ്ലൈറ്റ്, ഡൽഹിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ആ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യത്തെ ഫ്ലൈറ്റിൽ മോന് ടിക്കറ്റ് ഓക്കെ ആയി. പറഞ്ഞതുപോലെ തന്നെ അവന് 24-ാം തീയതി ഇവിടെ നിന്ന് പോയി അവിടെ ജോയിൻ ചെയ്തു, പഠിച്ചു. ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം ഭാര്യയുടെയാണ്. എൻ്റെ ഭാര്യ പെട്ടെന്ന് കഞ്ഞി വാർത്തുകൊണ്ടിരിക്കുമ്പോൾ തീപ്പൊള്ളലേറ്റു. ഈ ഭാഗം മുഴുവൻ ഒരുപാട് വെന്തുപോയി. ആശുപത്രിയിൽ പോകാനായിട്ട് അവിടെ നിന്ന് എത്തുമ്പോഴത്തേനും കുറച്ച് റിമോട്ട് ഏരിയയാണ്. എത്തുമ്പോഴത്തേനും ഇച്ചിരി ബുദ്ധിമുട്ടാവും. ഞാൻ ഉടനെ തന്നെ ഉടമ്പടി തൈലമെടുത്ത് കുറച്ച് കൂടുതലെടുത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, ആശുപത്രിയിൽ പോകാതെ കാത്തോളണേ, നീ തന്നെ സൗഖ്യം തരണം, ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ആ പൊള്ളച്ചിരുന്നതെല്ലാം ചുരുങ്ങി ഒരു 2 ആഴ്ച കൊണ്ട് പരിപൂർണ സൗഖ്യം കിട്ടി. പിന്നെ എനിക്ക് ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു. 25 വർഷമായിട്ട് ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. ഏകദേശം ഉടമ്പടി കാലഘട്ടം 6 മാസം കഴിയുമ്പോഴേക്കും അത് പരിപൂർണമായിട്ടുള്ള സൗഖ്യം കിട്ടി. ഉടമ്പടി കാലഘട്ടത്തിൽ ഉടമ്പടിയിൽ വെച്ച പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്ന് കൊറോണ കാലഘട്ടമാണ്. രണ്ടാമത് അതിനെക്കുറിച്ച് വേണ്ടത്ര ബോധ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ പത്രങ്ങളും ഒരു ദിവസം പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ച് ഒരു ഭവനം കണ്ടെത്തും. ആ ഭവനത്തിൽ പോയി 2-3 മണിക്കൂർ അവിടെ ഇരുന്ന് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദീകരിച്ച് കൊടുക്കും. ഒരുപാട് പേര്, ഏകദേശം 50-ലധികം ആളുകൾ അങ്ങനെ ഇവിടെ വന്നു. പലരും ഉടമ്പടി എടുത്തു. ഒത്തിരി സൗഖ്യം കിട്ടി. ഈ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയത് ഒരു ആത്മധൈര്യം. പണ്ട് നമ്മൾ കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. അകലെ ഇരിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കും, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് കിട്ടിയൊരു അനുഭവം, അവിടെ മാത്രമല്ല, ഞാൻ പ്രാർത്ഥിച്ചാലും
ഈശോ പറയുന്നതനുസരിച്ച് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥത്തോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചാലും എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും അത്ഭുതകരമായി ഇടപെടാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം എന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധ കന്യകാമാതാവിനെ കാണാൻ പ്രത്യേകിച്ച് ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഭവനത്തിൻ്റെ മുകൾ വശമെല്ലാം മറഞ്ഞു. ഒരു കുന്നുണ്ട്, ആ കുന്നിൻ്റെ ഭാഗത്ത് നിന്ന് കൃപാസന മാതാവിൻ്റെ തല ആദ്യം പ്രത്യക്ഷപ്പെട്ടു. പതുക്കെ 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 ഉയർന്ന് അത് ഞങ്ങളുടെ നാടിനേക്കാൾ ആ കുന്നിനേക്കാൾ ഒത്തിരി വലുതായി. മാതാവിൻ്റെ ഹൃദയഭാഗം വന്നപ്പോൾ അത് അവിടെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ തെളിയാൻ തുടങ്ങി. കുറേ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് എനിക്ക് പൗലോസ്ലീഹനെയാണ് കൂടുതൽ ബോധ്യം വന്നത്. എല്ലാ ശിഷ്യന്മാരും മാതാവിൻ്റെ നോക്കി നിസ്സഹായരായിരുന്നു. പക്ഷേ മാതാവിനെ നോക്കി ഒരു പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കുറേ നേരം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ നാടിനു വേണ്ടി, ഈ ലോകം മുഴുവനും വേണ്ടി യേശുവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ഈശോ ശിഷ്യന്മാർക്ക് കഴിയാത്തത് നടത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അതിന് മുൻപിട്ടിറങ്ങിയാൽ അത്ഭുതകരമായ സുവിശേഷവൽക്കരണം ലോകം മുഴുവൻ, പ്രത്യേകിച്ച് പൗലോസ്ലീഹ കാണിച്ചിലൂടെ വിജാതീയരുടെ പോലും മുഴുവൻ ലോകം മുഴുവനുമുള്ള സകല മക്കൾക്കും സുവിശേഷം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. സുഗന്ധാഭിഷേകമുണ്ടായി. അച്ഛനിവിടെ പ്രസംഗത്തിലൂടെ പറയും, ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും സുഗന്ധാഭിഷേകം കിട്ടും. അത് ചിലപ്പോൾ നമ്മളിവിടെ ടോയ്ലറ്റൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പെനോയിൽ ഒഴിക്കുമ്പോൾ വരുന്നതും ആകാം. അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ സുഗന്ധാഭിഷേകം കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നും അങ്ങനെയായിരിക്കും എന്ന്. ഒരു ദിവസം ഞങ്ങൾ വന്ന് റൂമെടുത്ത് ഞാനും മകളും കൂടെ ആ ഹൈവേ ഇങ്ങോട്ട് കടന്ന് വരുമ്പോൾ തന്നെ അത്ഭുതകരമായൊരു സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതെ, അപ്പോൾ എനിക്കും നല്ലതുപോലെ സുഗന്ധാഭിഷേകം തോന്നുന്നുണ്ട്. ശരി, നമുക്ക് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ എങ്ങാനും അത് ഒഴിച്ച് നമുക്ക് എന്തായാലും കൃപാസനം പള്ളിയിൽ കയറിയതിന് ശേഷം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വിശ്വസിക്കണ്ട. പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു സുഗന്ധാഭിഷേകം ഇവിടെ അനുഭവപ്പെട്ടില്ല. റോഡിലുണ്ടായിരുന്ന ആ അഭിഷേകം ഉണ്ടായില്ല. അത് പിന്നീട് പല പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, പറമ്പിൽ പണി ചെയ്യുമ്പോൾ ഒക്കെ ഈ അച്ഛൻ്റെ വചനം കേൾക്കും. ഈ ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ പോക്കറ്റിൽ മൊബൈൽ ഓൺ ചെയ്തിടും. 1.5-2 മണിക്കൂറുള്ള അച്ഛൻ്റെ പ്രസംഗം ദിവസവും കേൾക്കാൻ തുടങ്ങി. 90 ദിവസം അടുപ്പിച്ചിങ്ങനെ കേട്ടു. 90 ദിവസം അടുപ്പിച്ച് കേൾക്കുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ പലപ്പോഴും സുഗന്ധാഭിഷേകം ഉണ്ടാകാറുണ്ട്. പല കാരുണ്യപ്രവർത്തികളും ചെയ്യുന്നത് കൂട്ടത്തിൽ അച്ഛൻ പറയാറുണ്ട്, നിങ്ങൾ തന്നെ കണ്ടെത്തണം കാരുണ്യപ്രവർത്തികൾ. അങ്ങനെ ഞാനും ജീവിത പങ്കാളിയും കൂടെ ഒരിക്കൽ ഒരു തീരുമാനം എടുത്തു. നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാരുണ്യപ്രവൃത്തിയാണ്. ഞങ്ങൾ കഴിഞ്ഞ 50 നോമ്പിൽ ദിവസവും സെമിത്തേരിയിൽ പോകും. എന്നിട്ട് ഞങ്ങൾ നടക്കാത്ത 1-2 കാര്യങ്ങൾ വെച്ചു. അതിനുശേഷം ദിവസവും പോയി സെമിത്തേരിയിൽ ചെന്ന് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ 50 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പല നടക്കാത്ത കാര്യങ്ങളും നടന്നെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ആത്മവിശ്വാസവും ധൈര്യവും, അതുപോലെ തന്നെ യേശുവിനോട് അമ്മയുടെ സാന്നിധ്യത്തിൽ, അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിനോട് എന്ത് ചോദിച്ചാലും കിട്ടും. നമ്മൾ വിളിച്ചാലും നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ കൂടെയും ഇറങ്ങി വരുന്ന ദൈവമാണെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് കിട്ടി. ഈശോയെ, വലിയ കാര്യങ്ങൾ അങ്ങ് ഞങ്ങളിലൂടെയും എളിയവരിലൂടെയും കർത്താവെ, ലോകം മുഴുവനിലൂടെയും കർത്താവെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് കൃപാസന മാതാവിൻ്റെയും അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന സകല വ്യക്തികളും, പ്രത്യേകിച്ച് നമ്മുടെ ജോസഫ് അച്ഛനെയും സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.